ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹല ഇല്ലാ മാ ജഅൽതഹു സഹല വഅൻത തജ്അലുൽ ഹസ്ന ഇദാ ശി'ത സഹല. റബ്ബി സിദ്നാ ഇൽമ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മള് സൂറത്തുൽ ബഖറ എങ്ങനെയാണ് തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങള് ഒന്ന് രണ്ട് കാര്യങ്ങള് ആമുഖമായിട്ട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ച് കിട്ടിയ ചില അറിവുകള്, വളരെ കുറച്ച് അറിവുകള് നിങ്ങളായിട്ട് അല്ലെങ്കിൽ വേറെ ഒരു കൂട്ടരിലേക്ക് എത്തിക്കാനുള്ളൊരു ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് എന്ത് ഉണ്ടായത്, ലേക്ക് എത്തിപ്പെടാൻ പറ്റിയത്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മള് തജ്വീദോട് കൂടി എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മള് തജ്വീദോട് കൂടി പാരായണം ചെയ്യുന്നതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാല്, എങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തത് അതേ രീതിയില്, അത്ര ചിലപ്പോ നമുക്ക് എത്തുമോന്ന് അറിയില്ല, എന്നാലും നമ്മൾ അതിനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുക. ഖുർആന്റെ എങ്ങനെയാണോ ഖുർആൻ ഇറക്കി, ഖുർആൻ എങ്ങനെയാണോ റസൂൽ ഓതിയത് അതേപോലെ നമുക്ക് ഓതാനുള്ള ഒരു പരിശ്രമം, അതാണ് തജ്വീദ്. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല്, തജ്വീദിന് രണ്ടു തരം ഇൽമുണ്ട്. ഒന്ന് എന്താണ്, നമുക്ക് അമലി തജ്വീദുൽ അമലി എന്ന് പറഞ്ഞാല് തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യൽ, അമലാക്കൽ. അപ്പൊ അങ്ങനെയുള്ള തജ്വീദ് അനുസരിച്ച് ഖുർആൻ പാരായണം ചെയ്യൽ എല്ലാവർക്കും നിർബന്ധമായ ഒരു കടമയാണ്. എല്ലാവർക്കും നിർബന്ധമാണ് തജ്വീദ് അനുസരിച്ചത് പാരായണം ചെയ്യല്. അപ്പൊ നമ്മള് വിചാരിക്കും എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റൂല, അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചിലപ്പം ചിലർക്ക് ചില അക്ഷരങ്ങളൊന്നും പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അത് പ്രശ്നമല്ല. കാരണം നമ്മള് ശ്രമിക്കണം, മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, നമ്മൾ ശ്രമിക്കല് മാത്രമേ നമ്മൾ ഉത്തരവാദിത്തമുള്ളൂ. അതിന്റെ റിസൾട്ട് തരല ആരാണ്? റിസൾട്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല അല്ലെ? ഒന്നിനും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ എന്താണ് ചെയ്യുക? നമുക്ക് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ആറ്റിറ്റ്യൂഡ്, നമ്മളെ മനോഭാവം അതിനെ അനുസരിച്ച് അതിനോട്ട് അനുകൂലമായിരിക്കണം. ഒരു അനുകൂല മനോഭാവം, നമുക്ക് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മള് മനസ്സിലുണ്ടാവണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. അത് മതി, അള്ളാഹുവിന് അത് മതി. അള്ളാഹു ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാല് അതിന്റെ അറിവ്, ഇൽമാണ്, തജ്വീദിന്റെ ഇൽമ്. അപ്പൊ എല്ലാവർക്കും നിർബന്ധമില്ലാത്ത ഫർളു കിഫ, മറ്റേത് ഫർളു ഐനാണ്, ഇത് ഫർളു കിഫ. എല്ലാവർക്കും നിർബന്ധമല്ല. ഒരു സമൂഹത്തില് ചിലരൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ കുറ്റത്തുനിന്ന് ഒഴിവാകും. അങ്ങനെ രണ്ടറിവാണുള്ളത്. അപ്പോ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലക്ക് നമ്മളെല്ലാവരും, മുസ്ലിം ആയിട്ടുള്ള എല്ലാവർക്കും നിർബന്ധമാണ് തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യൽ, പഠിച്ചുകൊണ്ടിരിക്കുക. അത് പഠിച്ചുകൊണ്ടിരിക്കൽ നിർബന്ധമാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് തജ്വീദിന്റെ ബർത്ത് എന്നുള്ളതാണ് നോക്കുന്നത്. ഖുർആൻ അവതരിപ്പിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഉള്ള അള്ളാഹുവിന്റെ വചനങ്ങളാണ്, അള്ളാഹുവിന്റെ കലാമാണ്. ആരിലൂടെ? ജിബ്രീൽ അലൈഹിസ്സലാമയോട് കൂടി ആരിലേക്ക് എത്തപ്പെട്ടതാണ്? റസൂലിലേക്ക് എത്തപ്പെട്ടതാണ്. അപ്പൊ അന്ന് സമയത്ത് റസൂലിന്റെ ഭാഷ, സ്വഹാബിമാരുടെ ഭാഷയാണ് അറബി. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് വേണ്ട? തജ്വീദ് പഠിക്കേണ്ട ആവശ്യമില്ല. അവരല്ലെങ്കിൽ തന്നെ അതിന്റെ യഥാർത്ഥ രൂപത്തിലായിരുന്നു അത് പാരായണം ചെയ്യുന്നത്. ബട്ട് കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പം ഇസ്ലാം മതം വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പ്രചരിക്കുകയും അതേപോലെ തന്നെ ഖുർആനും ആ രാജ്യങ്ങളിൽ, ഇസ്ലാമുള്ള എല്ലാ രാജ്യത്തിലും എത്തിയ ഖുർആനും എത്തപ്പെട്ടു. അപ്പൊ അറബി അല്ലാത്ത ഭാഷയിലുള്ള ആളുകള് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അവനവന്റെ ഭാഷയിലേക്ക് അത് മാറ്റിയിട്ട് അക്ഷരങ്ങളും അങ്ങോട്ട് മാറിയിട്ട്
പാരായണം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ പാരായണം ചെയ്യുമ്പോൾ മലയാളികളാണെങ്കിൽ മലയാളത്തിലുള്ള ചില അക്ഷരങ്ങളുമായിട്ട് കൂട്ടിക്കുഴച്ചിട്ട് നമ്മളതിനെ പാരായണം ചെയ്യാം. ഇംഗ്ലീഷുകാരാണെങ്കിൽ വേറെ ഇംഗ്ലീഷിന്റെ രീതിയിൽ, അങ്ങനെ ഓരോരുത്തരുടെയും ഭാഷക്കനുസരിച്ച് അത് മാറി മറിഞ്ഞു വരുന്നതായിട്ട് പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ട്. അല്ലെങ്കിൽ അള്ളാഹു പണ്ഡിതന്മാർക്ക് എന്ത് അറിവ് നൽകി എന്ന് പറയാം അല്ലെ. അള്ളാഹുവിന്റെ വാഗ്ദത്തമാണ് എന്ത്? ഖിയാമത്ത് നാൾ വരെ ഖുർആനെ യാതൊരു മാറ്റവും ഇല്ലാതെ സംരക്ഷിക്കും എന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദത്താണ് അല്ലെ. അതിന്റെ ഒരു പുലർച്ച എന്നുള്ള കണക്കില് പണ്ഡിതന്മാരുടെ ഇടയില് അവര് ഈ റിസ്ക് മാറി മറിഞ്ഞു പോകുന്നതിന്റെ റിസ്ക് അവര് കണക്കിലെടുക്കുകയും അവരെന്ത് ചെയ്ത് അങ്ങനെയാണ് തജ്വീദിന്റെ ഉത്ഭവം. ആദ്യം അവര് ഓരോ അക്ഷരത്തിന്റെയും മഹ്റജ് പുറപ്പെടുന്ന സ്ഥലം അവര് കണ്ടുപിടിച്ച് അവര് ഒന്നിച്ചിരുന്നിട്ട് മഹ്റജിനെ തിട്ടപ്പെടുത്തി, എല്ലാ അക്ഷരത്തിന്റെയും മഹ്റജിനെ തിട്ടപ്പെടുത്തി. അപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഒരേ മഹ്റജിൽ നിന്നും വ്യത്യസ്ത അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. അറബിയില് 28 അക്ഷരവും ഒരലിഫുമാണുള്ളത്. അപ്പൊ ഒരേ മഹ്റജിൽ നിന്ന് തന്നെ വ്യത്യസ്ത അക്ഷരങ്ങൾ പുറപ്പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ട്, അങ്ങനെയാണ് സിഫ, ഓരോ അക്ഷരത്തിനും അതിന്റെ സിഫാത്ത് അവര് രൂപീകരിച്ചത്. സിഫാത്തുകൾ ഉണ്ടായത് അങ്ങനെയാണ്. പിന്നെ അക്ഷരങ്ങൾ കൂട്ടി വായിക്കുമ്പം അവിടെ പല നിയമങ്ങളും പാലിക്കേണ്ടതായി വന്നു. അങ്ങനെയാണ് തജ്വീദിന്റെ നിയമങ്ങളും വന്നത്. ഓക്കെ, ഇപ്പൊ തജ്വീദ് എന്ന് പറഞ്ഞാല് അറബി അക്ഷരങ്ങള് എവിടെ നിന്നാണോ യഥാർത്ഥത്തിൽ ഉത്ഭവിക്കുന്നത് അവിടെ നിന്ന് പുറപ്പെടുവിക്കുക. എന്നിട്ട് എന്ത് കൊടുക്കുക? അതിന് ഓരോ അക്ഷരത്തിനും സിഫാത്തുകളുണ്ട്, സ്വഭാവങ്ങളുണ്ട്. എല്ലാ അക്ഷരത്തിനും പ്രത്യേകം സ്വഭാവങ്ങളുണ്ട്. അപ്പൊ സ്വഭാവങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അക്ഷരങ്ങളെ കൃത്യമായ മഖ്റജിൽ നിന്ന് പുറപ്പെടുവിക്കുക. ഒരു കാര്യം അതാണ്. രണ്ടാമത്തത്, പാരായണം ചെയ്യുന്നതിന് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. പിന്നെ അടുത്തത് വഖഫിന്റെ കാര്യം. വഖഫ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വഖഫ് ചെയ്യുന്ന സമയത്ത് നമ്മളെ അർത്ഥം അറിയാത്ത ആളുകള് വഖഫ് ചെയ്യുന്ന സമയത്ത് വാക്കുകൾ മുറിഞ്ഞു പോകാനും അർത്ഥത്തില് മാറ്റം വരാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മളുടെ കയ്യിലുള്ള ഖുർആനില് എന്തുണ്ട്? എല്ലാ വഖഫിന്റെ അടയാളങ്ങളും എല്ലാ ചിഹ്നങ്ങളും പിന്നെ ഹർക്കത്തുകളും എല്ലാം ഉള്ള ഖുർആനാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ഇല്ല, നമ്മളത് പഠിച്ചെടുക്കുകയോ വേണ്ടു. ഓക്കെ, പണ്ഡിതന്മാർ എത്രയോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടായിട്ടാണ് ഈ രീതിയിൽ നമ്മളെ മുന്നിലേക്ക് ഖുർആനെ എത്തിച്ചു തന്നത്. അപ്പൊ നമ്മളെ ഡ്യൂട്ടി എന്തേ ഉള്ളൂ? ആ എത്തിച്ചു തന്ന കാര്യങ്ങളെ പഠിച്ചിട്ട് അതേപോലെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഖുർആന്റെ ബർത്തിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ ഖുർആൻ തജ്വീദ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെച്ചങ്ങള്, ഒന്നാമത്തെ മെച്ചം എന്ന് പറഞ്ഞാല് നമ്മളുടെ നാവിനെ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. നമ്മള് ഖുർആൻ പാരായണം ചെയ്യുന്നത് തെറ്റിപ്പോവാൻ സാധ്യത ഉണ്ട്. ആ തെറ്റുകളിൽ നിന്നും നമ്മളെ നാവിനെ നമുക്ക് രക്ഷിക്കാം. എങ്ങനെ രക്ഷിക്കുക? നമ്മള് തജ്വീദ് പഠിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ തെറ്റുകളിൽ നിന്ന് നമ്മളെ നാവിനെ രക്ഷിക്കാം. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ കഴിയും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അള്ളാഹു നമ്മളിൽ തൃപ്തിപ്പെടും, അള്ളാഹു നമ്മളെ സന്തോഷിക്കും. കാരണം നമ്മള് അള്ളാഹുവിന്റെ വചനങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാല്, അതേപോലെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി എങ്ങനെ പാരായണം ചെയ്യാൻ കഴിയും. നമുക്ക് അർത്ഥം കൂടി മനസ്സിലായാലാണ് എല്ലാ കാര്യങ്ങളും നല്ല രീതിക്ക് പാരായണം ചെയ്യാൻ കഴിയുക. പിന്നെ എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മള് ക്ലാസ്സുകൾ കേൾക്കുന്നത് കൊണ്ട് മാത്രം നമ്മളുടെ പാരായണം മെച്ചപ്പെട്ടോളണമെന്നില്ല. നമ്മള് പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങള് വേറൊരാൾക്ക് പഠിച്ചറിഞ്ഞ അറിവുള്ള ആളുകൾക്ക് പാരായണം ചെയ്തിട്ട് അവരെ കേൾപ്പിക്കണം. അവരുടെ അടുത്ത് നിന്ന് കർശനം വാങ്ങിയിട്ട് തെറ്റ് തിറ്റിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഖുർആൻ പാരായണം ചെയ്ത് പരിശീലിക്കേണ്ടത്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആമുഖമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുക. നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാം. ബഖറയാണ് നമ്മള് ഇന്ന് പാരായണം ചെയ്യാൻ ഉദ്ദേശിച്ചത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല്, ഖുർആനിലുള്ള അക്ഷരങ്ങള്
5 രീതിയിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഖുർആനിലെ അറബി അക്ഷരങ്ങൾ 5 രീതിയിൽ കാണാം. ഒന്ന് മുത്തഹരിക്ക എന്ന് പറഞ്ഞാൽ ഹർക്കത്തുള്ളത്, ഫതഹ, കസ്റ, ദമ്മ അങ്ങനെയുള്ള ഇത്. രണ്ടാമത്തേത് സുക്കൂനിട്ട അക്ഷരങ്ങളായിരിക്കും. മൂന്നാമത്തത് മദ് ഉണ്ടാവും. 4 ലീന് അക്ഷരങ്ങളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ശ്രദ്ധയുള്ള രീതിയിൽ. അങ്ങനെ 5 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഖുർആനിലെ അക്ഷരങ്ങളെ കാണാൻ പറ്റുക. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മള് ഇസ്തിആദയും ബസ്മലയും എങ്ങനെയാണ് പാരായണം ചെയ്യാന്ന് നോക്കാം. സൂചിപ്പിക്കുന്നത് ഈ ഹംസയാണ്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ടത് ഐനിനെ ശ്രദ്ധിക്കണം. ഐൻ, ആ, ഓ. ഇത് രണ്ടും തൊണ്ടയുടെ അക്ഷരങ്ങളാണ്. ഹംസ വരുന്നത് തൊണ്ടയുടെ ഏറ്റവും അടിഭാഗത്തു നിന്നാണ്. ഓ. എപ്പിഗ്ലോട്ടിസ്, ഈ ഹംസയുടെ തൊട്ട് മുകളെ ഭാഗത്തു നിന്നാണ് എന്ത് വരിക, ഐന് വരുന്നത്. ഓ. പിന്നെ എല്ലാവർക്കും മിസ്റ്റേക്ക് സംഭവിക്കുന്നതാണ് ദൂ പറയരുത്. ദൂയും ദൂയും തമ്മില് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മള് ദൂ എന്നുള്ളതിന് പകരം ദൂ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർത്ഥത്തില് വ്യത്യാസം വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ദൂ നമ്മൾ പറയണെങ്കിൽ ദൂവിന്റെ മഹ്റജ് നാവിന്റെ തുമ്പ് മുൻപല്ലിന്റെ അറ്റത്ത്, മുൻപല്ലിന്റെ അറ്റത്ത് സോഫ്റ്റ് ആയിട്ട് തൊടുക. ഹാർഡായിട്ട് തൊട്ട് കഴിഞ്ഞാൽ അവിടെ ദാല് തന്നെ വരും. സോഫ്റ്റ് ആയിട്ട് ഒരുപാട് നാവ് പുറത്തേക്ക് ഇടുകയും ചെയ്യരുത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ബില്ലാഹി, ഈ ബി ഉള്ളത് കൊണ്ടാണ് ലാമിന് ലൈറ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുന്നത്. ബി അവിടെ ഉള്ളത് കൊണ്ടാണ് ലാമ് ലൈറ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുക. അള്ളാഹു എന്നുള്ള ഇസ്മുൽ ജലാലയിലുള്ള ലാം ഏറ്റവും ഹെവി ആയിട്ടുള്ള ലാമാണ്. ബട്ട് അതിന്റെ മുന്നിലൊരു ബി വന്നത് കൊണ്ടാണ്, ഹർഫ് ജറാണ് ബി. തൊട്ട് പിറകില് മുന്നിൽ വരുന്ന ഇസ്മിനെ കെസ്റ കൊടുക്കുന്ന ഒരു ഹർഫാണ് എന്ത്, ബി. അപ്പൊ ആ ബി വന്നത് കൊണ്ടാണ് ഇവിടെ കെസ്റ വന്നത്. ബില്ലാഹി, അതുകൊണ്ടാണ് ലാമ് ലൈറ്റ് ആയി പോയത്. ബില്ലാഹി മിനശ്ശൈത്വാനി, മീന. ഈ മിന എന്നുള്ളത് ആക്ച്വലി മിൻ ആണ്. മിൻ ശരിക്കും അതിന്റെ ആ വേർഡ് മിന്നാണ്. അത് മിനയായിട്ട് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഈ ലാം എന്ന് പറഞ്ഞാൽ മീനയ്ക്ക് ശേഷം ഒരു ഹംസത്തുൽ വസ്ലുണ്ട്. ഹംസത്തുൽ വസ്ലിന്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാക്കുകൾക്കിടയിൽ ഹംസത്തുൽ വസ്ലിനെ പ്രൊനൗൺസ് ചെയ്യൂല. 2 വാക്കിന്റെ ഇടയിലുള്ള ഹംസത്തുൽ വസ്ൽ പ്രൊനൗൺസ് ചെയ്യൂല. വാക്കുകൾ തുടങ്ങുന്ന സമയത്തുള്ളതേ പ്രൊനൗൺസ് ചെയ്യുള്ളൂ. അപ്പൊ മീന ഷെയ്ത്വാനിന്റെ ഇടയ്ക്കായതുകൊണ്ട് അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യൂല. അപ്പൊ അത് ഒഴിവായി. പിന്നീട് മിൻ വന്നു കഴിഞ്ഞാൽ അഷയാണ്. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ സുക്കൂൻ, സെക്കൻഡ് ലെറ്റർ ഹർക്ക. ഷാടെ നമ്മള് സ്പ്ലിറ്റ് ചെയ്ത് തരുന്ന സമയത്ത് ആദ്യം വരുന്ന ഒരു ഷീനിന് സുക്കൂനായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മള് ആക്ച്വലി മിന്നിന് സുക്കൂനാണ്, നൂനിന് സുക്കൂനാണുള്ളത്. തൊട്ട് വന്ന ഷാ സുക്കൂൻ ഇട്ടതാണ്. ഇപ്പൊ അറബി ഭാഷയില് 2 സുക്കൂനുകൾ അടുത്തടുത്ത് വരൂല. 2 സുക്കൂനുകൾ അടുത്ത് വന്നാല് ഒന്നിനെ മാറ്റും. അങ്ങനെയാണ് നമ്മള് ഈ മീൻ എന്നുള്ള നൂനിന്റെ ഫത്തയെ മാറ്റിയത് മീനയായത്. മീനശ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മീന ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഷെയ്ത്വാനിന്റെ നൂനിന് കെസ്റ വന്നത്. ഷെയ്ത്വാനി അങ്ങനല്ലേ, ഷെയ്ത്വാനി. ആ നൂനിന് കെസ്റ വരാൻ കാരണം അവിടെ മീന ഉള്ളത് കൊണ്ടാണ്. മിന്നും എന്താണ്, ബിയെ പോലെ തന്നെ ഒരു ഹർഫ് ജറാണ് മിൻ. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഷെയ്ത്വാനിക്ക് കെസ്റ വന്നത്. പിന്നെ നമ്മള് ഇവിടെ ഷാ എന്നുള്ള ലെറ്ററിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അല്ലേ, ഫസ്റ്റ് ലെറ്റർ സുക്കൂനുള്ളതാണല്ലോ. അപ്പൊ ഒരു ലെറ്ററിന് സുക്കൂൻ ഇടുന്ന സമയത്ത്, സുക്കൂന് വരുന്ന സമയത്ത് ആ ലെറ്ററിന്റെ
സ്വഭാവങ്ങളെല്ലാം പാലിക്കണം. അപ്പൊ ഷീനിന്റെ സ്വഭാവം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും. കുറെ കാറ്റ് പുറത്തു വരുന്ന ലെറ്ററാണ് അഷ്. കാറ്റ് പുറത്തു വരുന്ന ഹംസിന്റെ ലെറ്ററാണ് ഷീൻ, അഷ്. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് മഹ്റജിൽ അല്പം സമയം കൊടുക്കണ്ടേ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവത്തിന്റെ പേര് റഹോവ പറയും. റഹോവയുടെ ലെറ്ററാണ് എന്ത്? ഷീൻ. ഷീന് പുറപ്പെടുന്ന സ്ഥലം നാവിന്റെ മധ്യത്തുനിന്നാണ്. നാവിന്റെ മധ്യഭാഗം തൊട്ട് മുകളിലുള്ള അണ്ണാക്ക്, അത് കുറച്ച് അകലം വെച്ചിട്ടാണ് അഷ്. അങ്ങോട്ട് രണ്ടും തമ്മിൽ കണക്ട് മുട്ടൂല. അഷ് അഷ് കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ, ഒരു ബോണ്ടാ ഉണ്ടാകുക, ഒരു പ്രഷർ. അഷ് അഷ്. അപ്പൊ അത് ഉച്ചരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത്, അതിന്റെ സൗണ്ട് പുറത്തേക്ക്, കാറ്റിന്റെ സൗണ്ട് നമ്മൾ കേൾക്കും. അഷ് അഷ്. ഓക്കെ, സൗണ്ട് ഫ്ലോയും എയർ ഫ്ലോയും ഉള്ള ഒരു ലെറ്ററാണ് എന്ത്? ഷീൻ. ഷെയ്. പിന്നെ വരുന്നത് യായാണ്. യാ, ഈ ഷീനിന് സുക്കൂൻ പ്ലസ് ഫത്തഹ ഉണ്ടല്ലോ, അതാണല്ലോ ശ്രദ്ധ വന്നത്. ഫത്തഹയ്ക്ക് ശേഷം യാ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് പറയാം? യാക്ക് സുക്കൂനാണ് ഇവിടെ ഉള്ളത്. ഫത്തഹയ്ക്ക് ശേഷം യാ സുക്കൂൻ വന്നാൽ യാ എന്താണ്? ലീനാണെന്ന് പറയും. ലീ ലെറ്റർ, ലീനായിട്ട് പ്രൊനൗൺസ് ചെയ്യാം. ഷെയ് ഷെയ് ഷെയ്. നെക്സ്റ്റ് പോ. തോയാണ്. തോയെ സംബന്ധിച്ചിടത്തോളം തോ ഹെവി ലെറ്റർ ആണ്. ഹെവി എന്ന് പറഞ്ഞാല് എക്സ്ട്രാ ഹെവി. ഹെവി ഉണ്ട്, പ്രഷർ ഉള്ള ലെറ്റർ ആണ്. അപ്പൊ നമ്മള് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അക്ഷരത്തിന്റെ എങ്ങനെയാണ് അക്ഷരത്തിന്റെ പ്രൊനൗൺസ് ചെയ്യുന്നതിന്റെ ഈ മഹ്റജിന്റെ പിക്ചർ നമുക്ക് കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമ്മള് എന്ത് ചെയ്യാ, മനസ്സിലാക്കുക. പോ എന്നുള്ളത് ഹെവി ലെറ്റർ ആണ്. പോ പോ. താ പറയരുത്, പോ പോ. ബാക്കില്, നാവിന്റെ ബാക്കില് പൊന്തും. നാവിന്റെ ബാക്കിൽ പൊന്തിയിട്ട് അക്ഷരങ്ങള് നമ്മളെ അണ്ണാക്കിലോട്ട്, അണ്ണാക്കിൽ എന്ന് പറഞ്ഞാല് മുകൾ ഭാഗത്തോട്ട് അല്ലെ, ഒരു ഹാർഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് സൗണ്ടിനെ ഡയറക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് നമുക്ക് ഈ ഹെവിനെസ് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പോ പോ. അപ്പൊ അത് ഹെവി ആയിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ തന്നെയല്ല, ഇത് എക്സ്ട്രാ ഹെവി ഉള്ള ലെറ്ററാണ്. ചില ലെറ്ററുകൾ ഹെവിയാണ്, ചിലത് കൂടുതൽ ഹെവി ഉണ്ട്, പ്രഷറും കംപ്രഷനും ഉണ്ടാവും. ഓക്കെ ഓക്കെ, അങ്ങനെയുള്ള ഒരു ലെറ്ററാണ് പോ. പിന്നെ ഷെയ്ത്വാനി. നീ വരാൻ കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവിടെ തൊട്ട് മുന്നിൽ എന്തുണ്ടായിട്ടാ? മീന ഉള്ളത് കൊണ്ടാണ് മീൻ. പിന്നെ ഷെയ്ത്വാനി റജീം. അറജീം. റാ ഹെവി ലെറ്റർ ആണ്. റാ. ഓക്കെ, രണ്ട് റോ ഉണ്ട് അവിടെ. റാ സുക്കൂൻ പ്ലസ് റാ ഫതഹ. അർ അറ അറജീം അറജീം. അതിനിടയ്ക്ക് ഒരു ഹംസത്തുൽ വസൽ ഉണ്ട്, അതിനെ പ്രൊനൗൺസ് ചെയ്യൂല. ഒരു ലാമുണ്ട്, ലാം. ആ ലാമിനെയും പ്രൊനൗൺസ് ചെയ്യൂല. എന്തിനേയും പ്രൊനൗൺസ് ചെയ്യുള്ളൂ? റായാണ്. നീ കഴിഞ്ഞിട്ട് നിയറ നിയറ. അതിന്റെ ഇടക്കുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. നിയറജീം നിയറജീം. അപ്പൊ ഈ ജീം എന്നുള്ള ജീം, നിറജീം, ഇതിന് നമ്മൾ സുക്കൂനിട്ട് കൊടുക്കുക. നിറജീമിയ, നിറജീമി എന്ന് നമ്മൾ സുക്കൂനിട്ട് കൊടുക്കുന്നതാണ്. സുക്കൂനിട്ട് കൊടുക്കുന്നതിന്റെ മുന്നില് ഒരു മദ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന സമയത്ത് 2 ഹർക്കത്ത്, 4 ഹർക്കത്ത്, അല്ലെങ്കിൽ 6 ഹർക്കത്ത്, അല്ലെങ്കിൽ കൗണ്ട് എന്നാ പറയാം. അങ്ങനെ നീട്ടിയിട്ട് നമുക്ക് അതിനെ നിർത്താം. ഓക്കെ, ജീം പറയാം. ജീം ജീം. അങ്ങനെ 3 രീതിയിലും അതിനെ നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം. ഓക്കെ, ഇനി അടുത്തത് ബിസ്മിയാണ്. ബിസ്മി. ബി ബി പ്ലസ് ഇസ്മിയാണ് ബിസ്മി. ബി വേറെയാണ്, പ്ലസ് ഇസ്മിയാണ്, രണ്ടും കൂടി കൂടിയിട്ടാണ് എന്തായത്? ബിസ്മി. അപ്പൊ ബിസ്മി മീമിന് കെസ്റ വന്നത് അവിടെ ബി ഉള്ളത് കൊണ്ടാണ്. ബിസ്മി ബിസ്മി. നാമത്തിൽ. ആരുടെ നാമത്തിൽ? ബിസ്മില്ലാഹി. മീക്ക് കെസ്റ വന്നതിന് കൊണ്ട് ഇല്ലാഹി, അള്ളാഹുവിന്റെ ഹാക്ക് കെസ്റ വന്നു. ബിസ്മില്ലാഹി. അവിടെ ലൈറ്റ് ലാമും ഹായും ഹാക്ക് കെസ്റയും വന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് മീമിന് കെസ്റ ഉള്ളതിനോണ്ടാണ്. ബിസ്മില്ലാഹി അർറഹ്മാനി.
ആ സീനിന് പിന്നെ സുക്കൂനിടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷീനിന്റെ മാതിരി തന്നെ ഇവിടെയും കാറ്റ് പുറത്തു വരും. അഷ് അസ് ഇവിടെ അസ് ബിസ് ബിസ്മി കാറ്റ് പുറത്തു വരും. ഈ ലെറ്ററിൽ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഫ്ലോ ഓഫ് പിന്നെ എയറും ഉണ്ട്, ഫ്ലോ ഓഫ് സൗണ്ടും ഉള്ള ഒരു ലെറ്റർ ആണ് സീൻ. ബിസ്മില്ലാഹി ഹെവിയാണ്. ഹാക്ക് സുക്കൂൻ ഇടുന്ന സമയത്ത് അതേപോലെ തന്നെയാണ്. ഇതിന്റെ അതേ ക്വാളിറ്റിയാണ്. കാറ്റ് പുറത്തു വരും. അതേപോലെ തന്നെ കുറച്ച് ടൈമും സ്പെൻഡ് ചെയ്യണം. റഹ്മാനി റഹ്മാനി റഹീം. ബിസ്മില്ല. ഈ ബിയുടെ ഇഫക്റ്റ് എല്ലാ ഇസ്മിലും വന്നു. അള്ളാഹിയിൽ വന്നു, അറഹ്മാനിയിൽ വന്നു, അറഹീമിലും. എല്ലാത്തിനും കെസ്റയാണ്. അതുകൊണ്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം. ഓക്കെ, അപ്പൊ റായനെ ശ്രദ്ധിക്കുക. റാ ഹെവിയാണ്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുക. ഇനി നമുക്ക് സൂറത്തുൽ ബഖറയുടെ ഫസ്റ്റ് ആയ എന്താണ്? ഹുറൂഫുൽ മുഖത്തയിൽപ്പെട്ട അല്ലേ 3 ലെറ്റേഴ്സ് ആണ്. ഹുറൂഫുൽ മുഖത്ത എന്ന് പറയുമ്പോ എന്താണ്? ഖുർആനില് 29 സൂറകളുടെ തുടക്കത്തില് ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് അള്ളാഹു സ്റ്റാർട്ട് ചെയ്തത്. 29 സൂറകളിൽ. ഇതിനായിട്ട് അള്ളാഹു യൂസ് ചെയ്തത് 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങളാണ് ഇതിനായിട്ട് ഉപയോഗിച്ചത്. ഈ അക്ഷരങ്ങളുടെ മീനിങ്ങിനെ പറ്റി പണ്ഡിതന്മാര് പല കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന്റെ മീനിങ് നോക്കുന്നില്ല. നമ്മളത് എങ്ങനെയാണോ അതിനെ കറക്റ്റ് പാരായണം ചെയ്യാന്നുള്ളത് ആണ് നമ്മൾ. അപ്പൊ ഇൻഷാ അല്ലാഹ് അതിന്റെ പാരായണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇത്രയും മതി ഇൻഷാ അല്ലാഹ്. ഓക്കെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.